Hello, this is Dr. Gopkumar, consultant psychologist. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ ആവശ്യം എന്താണ്. അതായത് ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന മെയിലായാലും ഫീമെയിൽ ആയാലും അതിനു മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഒരു ഡിസ്കഷനിൽ ഇരിക്കുന്നതാണ് ഈ പറയുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഒരു കൾച്ചർ അനുസരിച്ച് കുറച്ച് എടുത്തുചാട്ടം, അതായത് ഇമ്പൾസിവിറ്റി വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിലിറ്റി ആയിട്ട് കിട്ടുന്നു. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നു. പണ്ടൊക്കെ എന്താണ്, നമ്മൾ ഡ്രസ് ഇടണം, അതിൻ്റെതായ സിറ്റുവേഷനിൽ പുറത്ത് വരണം, അതുമായി ബന്ധപ്പെട്ട ഹോട്ടലിലോട്ട് പോകണം, അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ഓർഡർ കൊടുക്കണം, ആ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നു, അല്ലെ, ഇത്രയും സമയം അവിടെ നമ്മൾ കാത്തിരിക്കുന്നു, അല്ലെ. അത് വളരെ അവിടെ അത്രയും സമയം ഒരു കാത്തിരിപ്പ് അവിടെ ഇരിക്കുന്നു, വളരെ നല്ല കാര്യം. അങ്ങനെ അവർക്കൊരു ക്ഷമ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്കൊരു ഫുഡ് വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഒരു ഓൺലൈനിൽ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വന്നിട്ട് വീട്ടിൽ വരുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളത്, ഇതേപോലെ പല കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ജനറേഷൻ വൈസ് കിട്ടുമ്പോൾ, ഇത് അവരുടെ ഒരു കാത്തിരിപ്പിനെ നഷ്ടപ്പെടുത്തും. അങ്ങനെ ഒരു എടുത്തുചാട്ടം ഇമ്പൾസിവിറ്റിയിലൂടെ പോകും. അങ്ങനെ ഒരുപാട് ഫാമിലീസില് പല സെപ്പറേഷൻസും അവിടെ കണ്ടുവരുന്നു. അപ്പൊ അത് നമുക്ക് അങ്ങനെയല്ല. വളരെ പ്രാധാന്യമാണ് ഈ പറയുന്ന ലവ്, എമോഷൻ, റൊമാൻസ്, സെക്സ്, കണക്ടിവിറ്റി. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൊക്കെ ഒരു ക്ഷമാപൂർവം നമുക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് വളരെ സ്നേഹപൂർവ്വം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ചില കാര്യത്തിൽ നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ കണ്ടെത്തലിൽ കൂടി ഒരു നല്ല ഒരു കുടുംബജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്.